ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 440 ആണ്. എനിക്കറിയാം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വണ്ടിയായിരുന്നു. എന്നിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തു. അതിന് ശേഷം വാട്ട് ഹാപ്പൻ, നമുക്ക് ഈ വണ്ടി ഒരു റീകോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഇഷ്യൂ കാരണം. അപ്പോൾ ജൂൺ തൊട്ട് വണ്ടി വീണ്ടും സെയിലിന് വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഇഷ്യൂസൊക്കെ റിസോൾവ് ആക്കിയിട്ട് ഇപ്പോൾ സെയിൽസും കാര്യങ്ങളൊക്കെ ഡെലിവറീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു കൈസ മോട്ടോഴ്സ് വൈറ്റ്ല. അവരാണ് ഈ ഒരു വണ്ടി നമുക്കിന്ന് റിവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് ആദ്യമേ പറയാം. ഇതിൻ്റെ ഈ ഒരു മാഗ്നറ്റിക് കോയിലിൽ പിന്നെ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു ബുട്രഫ് കീ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫെയിലിയർ കാരണമാണ് വണ്ടിക്ക് ഒരു ഇഷ്യൂ വന്നത്. അതായത് വണ്ടിക്ക് സ്റ്റാർട്ടാവില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ചെറിയൊരു പാർട്ടാണ് ഈ വണ്ടിയുടെ ഒരു ഇഷ്യൂ മൊത്തം ഉണ്ടാക്കിയത്. സോ അതൊക്കെ സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇപ്പോൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇഷ്യൂസ് ഒന്നുമില്ല, നോർമലാണ്, ഒരു കംപ്ലയിൻറ്റ് പോലും ഇപ്പോൾ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. സോ നമുക്കറിയുന്ന പോലെ തന്നെ സ്ക്രാം 440 ബേസിക്കലി സ്ക്രാം 411 ബേസ് ചെയ്തിട്ടായിരുന്നു വന്നത്. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ ഒരു 411 cc ഉണ്ടായിരുന്ന ആ ഒരു എഞ്ചിൻ ബോറപ്പ് ചെയ്തിട്ട്, അതായത് 78 ബോറിൽ നിന്ന് 81 ആക്കിയിട്ട് 440 cc ആക്കി. പവറിലും ടോർക്കിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 24 bhp 25 ആയി, 32 Nm ടോർക്കിൽ നിന്ന് 34 ആയിട്ടുണ്ട്. അതിനേക്കാൾ ഇമ്പ്രൂവ്മെന്റ് തോന്നിയത് വണ്ടിയുടെ ഒരു ഗിയർ ബോക്സിലാണ്. നമുക്കൊരു ഓവർ ഡ്രൈവ് ആയിട്ടൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്, വിത്ത് സ്ലിപ്പർ ക്ലച്ചും ഉണ്ട്. സോ റിയലി നൈസ്. ഒരു അപ്ഗ്രേഡ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും, അത് ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ്. അത് കൂടാണ്ട് തന്നെ നിങ്ങൾ സ്പോട്ട് ചെയ്ത് കാണും, ഇതിനിപ്പോൾ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്ന് ട്രയലും ഒന്ന് ഫോഴ്സും. ഇത് നമ്മുടെ ഇരിക്കുന്ന ഫോൾസ് ഗ്രേ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. നമുക്ക് ഫോൾസിൽ ആക്ച്വലി 3 കളർ വരുന്നുണ്ട്: ഫോൾസ് സ്റ്റീൽ, ഫോൾസ് ബ്ലൂ ആൻഡ് ഫോൾസ് ഗ്രേ. അത് കൂടാണ്ട് തന്നെ ട്രയൽ എന്ന് പറഞ്ഞിട്ട് വേരിയൻ്റ് ഉണ്ട്. അതാണ് ബേസ് വേരിയൻറ്റ്. മെക്കാനിക്കലി ഒരു മാറ്റമില്ല. മെക്കാനിക്കലാവട്ടെ ഈ കൺസോൾ വൈസ് ആണെങ്കിൽ ഒരു മാറ്റമില്ല, സെയിം ആണ്. ഫോൾസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 19 ഇഞ്ച് 17 ഇഞ്ച് അലോയ് വീൽസ് ആയിട്ട് മാറും. അതുകൂടാണ്ട് തന്നെ ട്യൂബ്ലെസ് വീലും ആവും. അതാണ് എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. അതൊരു മാസീവ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നിങ്ങൾ ഡെയിലി യൂസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതല്ല കുറച്ചും കൂടി ഓഫ് റോഡ് പർപ്പസ് അല്ലെങ്കിൽ ഡ്യുവൽ പർപ്പസ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രയൽ വേരിയൻ്റ് നോക്കുക. അതാകുമ്പോഴേക്കും ആ ബെൻഡിങ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ വണ്ടി ഒന്ന് ഓടിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഓടിച്ചിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വേറെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എൻജിൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു പവർ ഫീൽ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം ഒട്ടും ഇല്ല. പവർ നമ്മൾ ഒട്ടും ഫീൽ ചെയ്യില്ല. അത് ഹയർ RPM-ലാണ് ഇരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ ഒരു bhp ഒന്നും അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യില്ല. പക്ഷേ ടോർക്ക് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട്, അതായത് 411 ഓടിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ടോർക്ക് ചിലപ്പോൾ ഒന്ന് ഫീൽ ചെയ്തേക്കാം. ബട്ട് അതും മിഡ് റേഞ്ചിലാണ് ഇരിക്കണേ. പിന്നെ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് വണ്ടിയുടെ ആ ഒരു റിഫൈൻമെൻ്റ് ആണ്. യെസ്, വണ്ടി ഒരുപാട് റിഫൈൻഡ്. എൻ്റെ ദൈവമേ, ഓ മാൻ, വണ്ടിയുടെ റിഫൈൻമെൻറ്റ് തന്നെയാണ്. റിഫൈൻമെൻറ്റ് ലെവൽസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു എഞ്ചിനിൽ നിന്നുള്ള വൈബ്രേഷൻസ് ഒക്കെ ഒരുപാട് പ്രീവിയസ് 411 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഓ മാൻ, ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ പറയണം, വെരി മച്ച് ഇംപ്രൂവ്ഡ്. പിന്നെ സീറ്റ് ഹൈറ്റിലും അങ്ങനെ മാറ്റമൊന്നുമില്ല. സീറ്റിൻ്റെ കുഷൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കമ്പയർഡ് ടു പ്രീവിയസ് 411. നല്ല കുഷൻഡായിട്ടുള്ള സീറ്റായിട്ട് മാറിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് ഇപ്പോഴും 795 നമുക്ക് ഒരു 5.7 ഉള്ളവർക്ക് വരെ ഈസിലി ഫ്ലാറ്റ് ഫുട്ട് തിരിക്കാൻ പറ്റും. അതിൻ്റെ റീസൺ ഈ റൈഡറിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും വണ്ടി ഒന്ന് നാരോവർ ആവുന്നുണ്ട്. വണ്ടി മൊത്തത്തിൽ ഭയങ്കര വീൽ ബേസ് ആണ്, നല്ല നീട്ടുള്ള വണ്ടിയാണ്. പ്രീവിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 5 mm വീൽ ബേസ്, അതായത് 411 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 5 mm വീൽ ബേസ് കൂടിയിട്ടുണ്ട്. ബട്ട് നേരെ നോക്കുമ്പോഴത്തേക്കും വണ്ടി വളരെ സ്ലിമ്മാണ്. സോ ഒരുപാട് വൈഡല്ല വണ്ടി അങ്ങോട്ട്. പിന്നെ ഓവറോൾ വണ്ടിയുടെ വെയ്റ്റും കൂടിയിട്ടുണ്ട്, ഏകദേശം 2 കിലോളം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ വലിയൊരു എൻജിൻ ആയതുകൊണ്ട് തന്നെ അവർ ഷാസി ഒന്ന് റീഇൻഫോഴ്സ് ചെയ്തു. സോ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയുടെ വെയ്റ്റും കൂടി 196 കിലോ ആയിട്ട് കൂടിയിട്ടുണ്ട്. നേരത്തെ 194 അത് ഒരുപാടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലും ചെയ്യുന്നില്ല, ചെറുതായിട്ടുള്ളൂ. വണ്ടിയുടെ ബാലൻസിനെ ഒന്നും ബാധിച്ചിട്ടില്ല. പിന്നെ വന്നൊരു മാറ്റം വണ്ടിയുടെ ഒരു ബട്ടനാണ്. സ്വിച്ചബിൾ ABS വന്നിട്ടുണ്ട്. നമ്മുടെ ഹിമാലയനിൽ ആദ്യം ഉണ്ടായിരുന്നു,
പക്ഷേ സ്ക്രാം 411 കൊടുത്തില്ല. ഇപ്പോൾ അത് 440 കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒറ്റ ബട്ടണിൽ തന്നെ വണ്ടി ഡ്യുവൽ ചാനലിൽ നിന്ന് സിംഗിൾ ചാനലായിട്ട് മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഈ വണ്ടിയുടെ ആകെ ഒരു എന്താ പറയുക ഒരു ഫീച്ചർ എന്ന് പറയാനുള്ളത്. അല്ലാണ്ട് വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ അങ്ങനെയുള്ള ഒരു കാര്യമില്ലേ വണ്ടിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ട്രിപ്പർ കയറ്റാം. ഏകദേശം 5,000 റുപ്പീസ് അധികം കൊടുക്കണം. ഈവൻ ഫോഴ്സിലാണെങ്കിൽ കൂടെ നമുക്ക് ട്രിപ്പർ ആക്സസറി ആണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം റോയൽ എൻഫീൽഡ് ചില വണ്ടികൾക്ക് അതൊക്കെ ടോപ്പ് മോഡലിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വണ്ടിക്ക് ടോപ്പ് മോഡലിന് പോലും അതില്ല. എസ്പെഷ്യലി ഇപ്പോൾ പുതിയ 100 ഒക്കെ നോക്കുവാണെങ്കിൽ പുതിയ 100ൻ്റെ ടോപ്പ് വേരിയൻറ്റിന് നമുക്ക് ട്രിപ്പർ ആസ് സ്റ്റാൻഡേർഡാണ് വരുന്നത്. ബട്ട് ഇതിന് വന്നില്ല. എന്താണാവോ എന്തോ പറയണോ. എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പറയുക, ഈവൻ ദോ 196 കിലോ ഉണ്ടെങ്കിലും വണ്ടി എന്ത് ഈസി ആയിട്ടാണെന്ന് പറയും. വണ്ടി ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ പോണേ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാഫിക്കിൻ്റെ ഇടയിൽ ബൈക്ക് ഓടിക്കില്ലേ അതുപോലെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും. എവിടെയാണ് വെയിറ്റ് ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഈ ഒരു ഹാൻഡിൽ ഫുള്ള് വളച്ചിട്ട് യു ടേൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്തേക്കാം. അതല്ലാത്ത പക്ഷം നിങ്ങളൊരു വെയിറ്റ് ഫീൽ ചെയ്യത്തേ ഇല്ല. വൈബ്രേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് വൈബ്രേഷൻ ഉണ്ട്. ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ഗൈസ്. എന്താ പറയുന്നത്, ഒരു 440cc ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. സോ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൂടപ്പിറപ്പാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഗിയർ ബോക്സ് പറയണം, ക്ലച്ച് ഫീൽസ് റിയലി നൈസ്. ശരിക്കും നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഗിയർ ബോക്സ് ആണ് കേട്ടോ. ഐ ഡോണ്ട് നോ വൈ. ചില ഗിയറിലേക്ക് ഇടുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റിന് സെക്കൻഡ് എടുക്കുമ്പോഴത്തേക്കും ചെറിയ ഹാർഡ്നെസ് ഉണ്ട്. പക്ഷേ ആ സെയിം ഹാർഡ്നെസ് സെക്കൻഡിൽ തേർഡിലേക്ക് ഉണ്ടാവില്ല. സെയിം സ്റ്റോറി. അത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ട സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് ഇടുമ്പോഴാണ് മെയിനായിട്ട് ആ ഒരു ടൈറ്റ്നെസ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഫീല് വരുന്നത്. പിന്നെ മൈലേജ് ഫിഗേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു എന്നാ പറയുക ഒരു 30-35 ഒക്കെ എന്തായാലും കിട്ടും. നല്ല ഡീസൻറ്റ് മൈലേജ് ആണ്. പിന്നെ വണ്ടിയുടെ എർഗണോമിക്സ് പറയണമല്ലോ, വണ്ടി വളരെ അപ്രൈറ്റ് ആണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര നീണ്ട് നിവർന്നാണ് ഇരിക്കുന്നത്. ഹാൻഡിൽ ബാർ ആണെങ്കിലും നല്ല നിവർന്നാണ്, വളരെ സ്ട്രൈറ്റ് ആണ്. സോ നമ്മൾ നിവർന്നാണ് ഇരിക്കുന്നത്. കംഫർട്ടബിൾ ആണ്. ഒരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾക്കൊരു 80-90 ഈസിലി ക്രൂസ് ചെയ്യാം. ഐ തിങ്ക് എനിത്തിങ് എബവ് 100 യു വിൽ സ്റ്റാർട്ട് ആ ഒരു വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സോസ് നോട്ട്, ഒരു രക്ഷയില്ലാത്ത എക്സോസ് നോട്ടാണ് കേട്ടോ. ഒരു ഒരു സാധനമൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ. ഡ്യൂഡ് റിയലി ടയർ സൈസൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സ്ക്രാംബ്ലർ പ്രൊഫൈലാണ്. ഫ്രണ്ട് 19-ഉം ബാക്ക് 17-ഉം ആണ്. ഹിമാലയനിലെ 21-18 ഡിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ചെറിയ ടയർ പ്രൊഫൈലിലേക്ക് വന്നത്. ഈവൻ സെയിം ആണ്. സ്പോക്കായാലും ഈ ഒരു ഫോഴ്സ് വേരിയൻ്റ് ആയാലും സെയിം ടയർ പ്രൊഫൈലാണ് വരുന്നത്. അതിലൊന്നും മാറ്റമൊന്നുമില്ല. അതിൽ നമുക്ക് ട്യൂബ്ലെസ് ആയിരിക്കും. ഇതിൽ ട്യൂബ്ലെസ് ആയിരിക്കും. ബേസിലാകുമ്പോഴത്തേക്ക് ട്യൂബ്ഡ് ആയിരിക്കും. നിങ്ങൾ ട്രയൽസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ട്യൂബ്ലെസ് തന്നെ, ട്യൂബ്ഡ് തന്നെ ചൂസ് ചെയ്യുക. കാരണം ബെൻഡ് ആവുന്ന ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബ്രേക്കിംഗ് വളരെ പ്രോഗ്രസീവ് ആണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. നോട്ട് എൻ്റെ കൈൻഡ് ഓഫ് ബ്രേക്കിംഗ് അല്ല, വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആക്കി വെച്ചേക്കാണ്. പിടിച്ചു കഴിഞ്ഞാലും ഉറച്ച കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഈ വണ്ടി കണ്ടറിയാം നന്നായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരു ഈ ഫസ്റ്റിൽ നിന്നുള്ള സെക്കൻഡിലേക്കുള്ള ഒരു പിടുത്തോ മൊത്തത്തിൽ. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റോയൽ എൻഫീൽഡ് ലൈനപ്പിന്. ഐ തിങ്ക് വൈബ്രേഷൻ നമുക്കിതിൻ്റെ RPM മീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് RPMിലാണെന്ന് എക്സൈറ്റ് പറയാൻ പറ്റില്ല. ബട്ട് ഹയർ റേഞ്ചിലാണ് ഒരു വൈബ്രേഷൻ വരുന്നത്. നമുക്ക് ഇൻസ്ട്രുമെന്റ് കൺസോൾ ചെയ്യാൻ പറഞ്ഞു ബേസിക് ഡീറ്റെയിൽസേ ഉള്ളൂ. ആ ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ ട്രിപ്പ് F, ട്രിപ്പ് A, B അങ്ങനെ തോന്നുന്നു. ടൈം, ഒരു ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ എന്നാ ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കാണിക്കുന്നില്ല. വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു ആകെയുള്ളൊരു ഫീച്ചർ എന്ന് പറയാനുള്ളത് ഈ ABS അങ്ങോട്ട് ഓഫ് ചെയ്യാം, റിയർ ABS. അപ്പോൾ റിയർ വീലെ കുറച്ച് സ്പിൻ വെച്ച് കളിക്കാം. മൊത്തത്തിൽ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. സ്ക്രാം 440 is back. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡു കോൺടാക്ട് കൈസ മോട്ടേഴ്സ്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫിനാൻസ് ഡീറ്റെയിൽസൊക്കെ അറിയാനാണെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് സ്കീമിനൊക്കെ ആണെങ്കിലും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പേര് അവിടെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഓൺ റോഡ് പ്രൈസ് പറയണോ അല്ലേ, ഈ വണ്ടിക്ക് നമുക്ക് ആക്ച്വലി ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,50,000 രൂപയാണ് ബേസ് വേരിയൻറ്റ്, അതായത് ട്രയൽ വേരിയൻറ്റ് വരുന്നത്. ഫോഴ്സ് ആകുമ്പോഴത്തേക്കും ഏകദേശം 2,80,000 രൂപ വരും. കാരണം നമ്മുടെ 2 lakh എക്സ്ഷോറും കടന്നു. സോ ഫോഴ്സ് വേരിയൻറ്റിന് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. 2,80,000 ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം നോട്ട്, എനിക്കറിയില്ല.
പക്ഷേ 250 ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, എനിക്ക് ട്രയൽ വേരിയൻറ്റ് ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു മൾട്ടിപർപ്പസ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഫോഴ്സ് വേരിയൻറ്റ് യെസ്, നിങ്ങൾക്ക് ട്യൂബ്ലെസ് വീല് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അതിനകത്തേക്ക് പോവുക, അല്ലാതെ ബേസിക്കലി ബോത്ത് ആർ ദ സെയിം. പിന്നെ ഞാൻ പറഞ്ഞു കളർ വേരിയൻസ് ഒക്കെ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് ഫോഴ്സിന് 3 കളറുണ്ട്, അത് 3 പുതിയതാണ്. പിന്നെ ട്രയലിനാകുമ്പോഴത്തേക്ക് 2 കളറുണ്ട്. അതിൽ ആ ട്രയൽ ഗ്രീൻ എന്ന് പറഞ്ഞ കളർ കാണുമെന്ന് വെച്ചിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അടിപൊളി കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോ തന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു. അത് ഇതുവരെ കാണാനായിട്ടുള്ളൊരു യോഗം ഉണ്ടായിട്ടില്ല. സസ്പെൻഷൻ പറയണം കേട്ടോ, ഹിമാലയൻ്റെ അത്ര ഇല്ല. 190 mm ആണ് സസ്പെൻഷൻ ട്രാവൽ വരുന്നത്. സോ അത് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കേടില്ല. അത്യാവശ്യം നോർമൽ ബൈക്ക് വെച്ച് പറയുമ്പോഴത്തേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. ഐ വിഷ് ഈ ഒരു അപ്ഡേറ്റിൽ അവർ ആ ഒരു ഹിമാലയൻ്റെ സസ്പെൻഷൻ കൊടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായനെ. ആ ഒരു 411 സസ്പെൻഷൻ ഉണ്ടല്ലോ, അത് കൊടുത്താങ്കിൽ നൈസായനെ. പക്ഷെ അവർ കൊടുത്തില്ല. റോഡിൻ്റെ അണ്ടിലേഷൻസൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഈവൻ ദോ നന്നായിട്ട് സസ്പെൻഷൻ അത് ഡാമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു പക്ക ഓഫ് റോഡ് വണ്ടിയൊന്നും അല്ല. അതായിരുന്നു ഈ ഒരു കൊച്ചു വീഡിയോ. ഈ വണ്ടി നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. വേറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക.